ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ജാതി നിലനിർത്തുന്നു. അവർക്ക് ഭരിക്കുവാൻ അതാണ് എളുപ്പം. നടൻ ഹക്കീം ഷാ. കമ്മ്യൂണിസ്റ്റ് മനോനിലയുള്ളവർക്ക് മാത്രമേ ജാതി വ്യവസ്ഥയെ തകർക്കുവാൻ സാധിക്കൂവെന്ന് നടൻ ഹക്കീം ഷാ. കോൺഗ്രസ് അടക്കമുള്ള മറ്റെല്ലാ പാർട്ടികളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ജാതി വ്യവസ്ഥ നിലനിൽക്കണം എന്ന് താൽപര്യപ്പെടുന്നവരാണെന്നും ഹക്കീം ഷാ പറഞ്ഞു. സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഹക്കീം ഷാ. സെൻസർഷിപ്പ് സിനിമാ നിർമ്മാതാക്കളുടെ കലാപരമായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു താരം. മൃഗങ്ങൾ രചിച്ച ചരിത്രം മനുഷ്യർ പിന്തുടരുമ്പോൾ മൃഗകലാപങ്ങൾ ഒരു വായന. കേരള ചരിത്രം പരിചരിച്ചുപോയ ഗതകാല ചരിത്ര ആഖ്യാനങ്ങളുടെ കീഴിൽ മനുഷ്യനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതപ്പെട്ട താളുകൾക്ക് പുറമെ ചരിത്രത്തിൽ വേറിട്ടൊരു അന്വേഷണ രീതി പരിചയപ്പെടുത്തുകയാണ് മഹമൂദ് കുരിയ എഴുതി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മൃഗകലാപങ്ങൾ എന്ന പുസ്തകം. പഠനാവശ്യത്തിന് മാത്രമല്ല, പുതിയൊരു ചരിത്രക്കോടുകൾ തേടുന്നവർക്കും പൊതുവായ വായനാനുഭവം ആഗ്രഹിക്കുന്നവർക്കും ഈ പുസ്തകം ചെറുതല്ലാത്ത വഴിത്തിരിവാണ്. മലബാർ സമരങ്ങളുടെ ചരിത്രത്തിൽ മനുഷ്യൻ കേന്ദ്രീയമായിരുന്ന ആഖ്യാന പദ്ധതിക്ക് പകരം മൃഗങ്ങളെ നായകവേഷം അണിയിച്ചുകൊണ്ടുള്ള ഒരു വ്യത്യസ്ത ചരിത്ര പഠനമാണ് രചയിതാവ് ലക്ഷ്യമിടുന്നത്. നീണ്ട മലബാർ സമരകാലത്ത് നേരിട്ടോ അല്ലാതെയോ കലാപങ്ങളിൽ പങ്കുചേർന്നിരുന്ന മൃഗങ്ങളെ ചരിത്രത്താളുകളിൽ നിന്നും കണ്ടെത്തുകയും മൃഗചുറ്റുപാടുകൾ ബന്ധപ്പെടുത്തി മലബാറിലെ കലാപങ്ങളെ, സമര പോരാളികളെ, ബ്രിട്ടീഷ് അധിനിവേശത്തെ വിശദമായി വായിക്കുകയും ചെയ്യുന്ന പുസ്തകം പുതിയൊരു വായനാനുഭവം സമ്മാനിക്കുന്നു. പിണങ്ങിപ്പോയ ഭാര്യ തിരികെ വരുവാൻ ആഭിചാരം. ബന്ധുവായ കുഞ്ഞിനെ കൊന്ന് ചോര കുത്തിയെടുത്തു. കൊടും ക്രൂരത. രാജസ്ഥാനിൽ ആഭിചാരക്രിയകളുടെ ഭാഗമായി 6 വയസ്സുകാരനെ കൊലപ്പെടുത്തി. ആൽവാർ സരൈകലാൻ ഗ്രാമത്തിലാണ് രാജ്യത്തെ നടുക്കിയ സംഭവം. സരൈകലാൻ സ്വദേശിയായ ബിണ്ടുവിന്റെ മകൻ ലോകേഷിനെയാണ് ബന്ധുവായ മനോജ് കുമാർ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ഇയാളെയും മന്ത്രവാദിയായ സുനിൽകുമാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മനോജ് കുമാറിന്റെ പിണങ്ങിപ്പോയ ഭാര്യ തിരികെ വരുവാനായാണ് പ്രതികൾ ദുർമന്ത്രവാദം നടത്തിയതെന്നും ഇതിന്റെ ഭാഗമായാണ് 6 വയസ്സുകാരനെ കൊലപ്പെടുത്തിയതെന്നും പോലീസ് പറഞ്ഞു. ജൂലൈ 19-നായിരുന്നു സംഭവം. അന്നേ ദിവസം കുട്ടിയെ കാണാതായതോടെ പോലീസും നാട്ടുകാരും തിരച്ചിലിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിലാണ് കുട്ടിയെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശരീരമാസകലം സിറിഞ്ച് കൊണ്ട് കുത്തിയ പാടുകളുമുണ്ടായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2 ദിവസത്തിന് ശേഷം മുഖ്യപ്രതിയായ മനോജ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച മന്ത്രവാദിയായ സുനിൽകുമാർ പോലീസിന്റെ പിടിയിലായി. കള്ളനോട്ട് ശൃംഖല. അൽഖ്വയ്ദയുടെ ആശയപ്രചാരണം കുടുങ്ങാതിരിക്കുവാൻ ഓട്ടോ ഡിലീറ്റ് ആപ്പ്. 4 ഭീകരർ പിടിയിൽ. അൽഖ്വയ്ദയുമായി ബന്ധമുള്ള 4 ഭീകരവാദികൾ അറസ്റ്റിൽ. കള്ളനോട്ട് ശൃംഖല നടത്തിയിരുന്ന ഇവർ അൽഖ്വയ്ദയുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നതായും ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറിയിച്ചു. മുഹമ്മദ് ഫൈഖ്, മുഹമ്മദ് ഫർദീൻ, സൈഫുള്ള ഖുറേഷി, സീഷാൻ അലി എന്നിവരാണ് പിടിയിലായത്. ഇതിൽ 2 പേരെ ഗുജറാത്തിൽ നിന്നും മറ്റ് 2 പേരെ ഡൽഹി, നോയിഡ എന്നിവിടങ്ങളിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ബംഗളൂരുവിലെ ബസ് സ്റ്റാൻഡിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. അന്വേഷണം. ബംഗളൂരുവിൽ ഗവൺമെന്റ് ബസ് സ്റ്റാൻഡിനുള്ളിലെ ശൌചാലയത്തിന് സമീപം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. ബുധനാഴ്ചയാണ് കലസിപ്പാലിയ BMTC ബസ് സ്റ്റാൻഡിലെ ശൌചാലയത്തിന് സമീപം 6 ജെലാറ്റിൻ സ്റ്റിക്കുകളും ഏതാനും ഡിറ്റണേറ്ററുകളും കണ്ടെത്തിയത്. വ്യത്യസ്ത ക്യാരി ബാഗുകൾക്കുള്ളിലായിരുന്നു ജെലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റണേറ്ററുകളും. ബംഗളൂരു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അറിയിച്ചതനുസരിച്ച് പോലീസും ബോംബ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കെട്ടിട നിർമ്മാണ ആവശ്യങ്ങൾക്കും ഖനനം പോലുള്ളവയ്ക്കും ഉപയോഗിക്കുന്ന വില കുറഞ്ഞ സ്ഫോടക വസ്തുക്കളാണ് ജെലാറ്റിൻ സ്റ്റിക്കുകൾ. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുമെന്ന് ബംഗളൂരു വെസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണറായ S. ഗിരീഷ് പ്രതികരിച്ചു. ടേക്ക് ഓഫിന് തൊട്ടുമുൻപ് എഞ്ചിനിൽ തീ. മെയ്ഡേ കോൾ. സംഭവം അഹമ്മദാബാദ് ദിയു ഇൻഡിഗോ വിമാനത്തിൽ. ടേക്ക് ഓഫിന് തൊട്ട് മുൻപ് വിമാനത്തിന്റെ എഞ്ചിനുകളിൽ ഒന്നിൽ തീപിടുത്തം. അഹമ്മദാബാദിൽ നിന്നും ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ദിയുവിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന 6E7966 ഇൻഡിഗോ വിമാനത്തിലാണ് സംഭവം. തുടർന്ന് ഉടൻ തന്നെ യാത്രക്കാരെ പുറത്തിറക്കി. ടേക്ക് ഓഫ് റോൾ വേളയിലാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നതെന്നും ഉടൻ പൈലറ്റ് മെയ്ഡേ സന്ദേശം എയർ ട്രാഫിക് കൺട്രോളിന് കൈമാറിയെന്നും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വോക്സിന്റെ പന്തിൽ രാഹുലിന് പിഴച്ചു. 100 കടന്ന ഇന്ത്യ. ടെസ്റ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ
ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടം. 46 റൺസ് എടുത്ത ഓപ്പണർ KL രാഹുലിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. 98 പന്തിൽ നിന്നും 4 ബൌണ്ടറി അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. നിലവിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 101 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. യശസ്വി ജയ്സ്വാളും സായി സുദർശനുമാണ് ക്രീസിൽ. ഓപ്പണിംഗ് വിക്കറ്റിൽ ജയ്സ്വാളിനൊപ്പം 94 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയ ശേഷമാണ് രാഹുൽ പുറത്തായത്. ക്രിസ് വോക്സ്, ജോഫ്ര ആർച്ചർ, ബ്രൈഡൻ കാസ്, ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് എന്നിവർക്കെതിരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുവാൻ രാഹുൽ ജയ്സ്വാൾ സഖ്യത്തിനായിരുന്നു. നേരത്തെ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പരമ്പരയിൽ തുടർച്ചയായ 4ാം തവണയാണ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് ടോസ് നഷ്ടമാകുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.